നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന യാത്രക്കാരെ ആശങ്കയിലാക്കി വീണ്ടും ഇതാ മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതെ, ഇൻഡിഗോ വിമാനത്തിൽ യാത്രക്കാരന്റെ ഫോൺ തീപിടിച്ചതായി റിപ്പോർട്ട്. ദിബ്രുഗഡ് ഡൽഹി വിമാനത്തിൽ അപ്രതീക്ഷിതമായി തീ കണ്ടതോടെ ക്യാബിൻ ക്രൂ ഇടപെടുകയായിരുന്നു. ഈ സംഭവത്തിൽ യാത്രക്കാരും ക്യാബിൻ ജീവനക്കാരും സുരക്ഷിതരെന്നാണ് ലഭ്യമാക്കുന്ന വിവരം. മൊബൈൽ ഫോണുകൾക്ക് തീപിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ പലതരം വാർത്തകൾ വൈറലാകാറുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ഈ വാർത്ത ഏറെ ഞെട്ടലുളവാക്കുന്നതാണ്. അതേ, വിമാനയാത്രക്കിടെ തീപിടിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യാത്രക്കിടെ ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കാരന്റെ ഫോൺ തീപിടിക്കുകയായിരുന്നു. ഇൻഡിഗോയുടെ ദിബ്രുഗഡ് ഡൽഹി വിമാനത്തിൽ വ്യാഴാഴ്ചയാണ് സംഭവം നടന്നിരിക്കുന്നത്. തീപിടിച്ചതോടെ കൃത്യസമയത്ത് തന്നെ ക്യാബിൻ ക്രൂ അഗ്നിശമന ഉപകരണത്തിന്റെ സഹായത്തോടെ തീ അണച്ചതിനാൽ തന്നെ വലിയ അപകടമാണ് ഒഴിവായിരിക്കുന്നത്. സംഭവത്തിൽ യാത്രക്കാർക്കോ ക്യാബിൻ ജീവനക്കാർക്കോ പരിക്കേറ്റിട്ടില്ലെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അധികൃതർ അറിയിച്ചു. ദിബ്രുഗഡിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുകയായിരുന്ന 6E-2037 ഇൻഡിഗോ വിമാനത്തിലാണ് ഒരു യാത്രക്കാരന്റെ ഫോണിൽ നിന്ന് തീപ്പൊരിയും പുകയും ഉണ്ടായത്. ഇതേ തുടർന്ന് ക്യാബിൻ ക്രൂ തീ അണയ്ക്കുകയായിരുന്നു. അപകടകരമായ സംഭവങ്ങൾ കൈകാര്യം ചെയ്യാൻ ക്രൂവിന് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അവർ സ്ഥിതിഗതികൾ വേഗത്തിൽ കൈകാര്യം ചെയ്തു. ആർക്കും ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറക്കിയതായും ഇൻഡിഗോ ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. പലതരം മൊബൈൽ ഫോൺ അപകടങ്ങളാണ് അടുത്തിടെ വന്നുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോണുകൾ ഭക്ഷണം പോലെ മനുഷ്യരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ദിവസേന ഒരു 2 മണിക്കൂറെങ്കിലും മൊബൈൽ ഫോണിൽ ചിലവഴിക്കാത്ത ആളുകളെ ഇപ്പോൾ കാണാൻ സാധിക്കില്ല. അത്രത്തോളമാണ് മൊബൈൽ ഫോണുകൾ ഓരോരുത്തരുടെയും ജീവിതത്തെ സ്വാധീനിച്ചിരിക്കുന്നത്. എന്നാൽ ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഇവ അപകടകാരികളുമാണ്. അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. മൊബൈൽ ഫോണുകൾ ചാർജിലിട്ട് ഉപയോഗിക്കരുതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം അമിതമായി ഫോൺ ബാറ്ററി ചൂടാവുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ മൊബൈൽ പൊട്ടിത്തെറിച്ച ആളുകൾക്ക് പരിക്കേറ്റതിന്റെ നിരവധി വാർത്തകൾ നമ്മൾ കണ്ടിട്ടുമുണ്ട്. എന്നാൽ അടുത്തിടെ പ്രചരിക്കുന്ന വീഡിയോ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഫോൺ സർവീസ് ചെയ്യുന്നതിനായി തുറക്കുമ്പോഴാണ് ഇവിടെ ബാറ്ററി പൊട്ടിത്തെറിക്കുന്നത്. ഫോൺ കടയിലെ ജീവനക്കാരൻ ഉടമയുടെ മുന്നിൽ വെച്ച് ഫോൺ തുറക്കാനായി ശ്രമം തുടങ്ങുമ്പോഴാണ് കയ്യിലിരിക്കുന്ന ഫോൺ പൊട്ടിത്തെറിക്കുന്നത്. പൊട്ടിത്തെറിച്ച ഫോണിൽ നിന്നും തീ ഉയർന്നതും അത് കണ്ട് ജീവനക്കാരനും കടയിൽ ഉള്ളവരും പേടിച്ചു മാറുന്നതും വീഡിയോയിൽ കാണാം. മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കുന്നതും തീപിടിക്കുന്നതുമായ വാർത്തകൾ കേൾക്കുന്നതിനിടെ ചില ഫോണുകൾക്ക് വിമാനത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. സാംസങ് ഗാലക്സി നോട്ട് 7 ഫോണുകൾ ഉണ്ടാക്കിയ പൊട്ടിത്തെറിയുടെ ഭീതികൾ മാറും മുമ്പെയാണ് ഷവോമിയുടെ റെഡ്മി 7S സ്മാർട്ട് ഫോണിന് മുംബൈയിൽ നവംബറിൽ തീപിടിച്ചത്. ഫോൺ പൊട്ടിത്തെറിക്കുന്നതിന്റെ വാർത്തകൾ ഒരു ദുസ്വപ്നം പോലെ മറന്ന ഉപയോക്താക്കൾക്ക് ഞെട്ടലുണ്ടാക്കി മറ്റൊരു അപകടം കൂടി വാർത്തകളിൽ ചർച്ചയാകുന്നു. ചൈനീസ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ഷവോമി തന്നെയാണ് കൂടുതൽ ചർച്ചയായത്. ഇങ്ങനെ മൊബൈൽ ഫോണുകൾ തീപിടിക്കുമ്പോൾ ഫോൺ അമിതമായി ചൂടായാൽ തണുത്ത ശേഷം മാത്രം ഉപയോഗിക്കുന്നതാകും നല്ലത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.